ഇതൊരു ഒരു 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 ഘട്ടത്തിൽ ഒരു തവണ മാത്രം നടന്ന കൊള്ളയല്ല, അതൊരു തുടർച്ചയാണ്. ആ തുടർച്ചയുടെ ഭാഗമായിട്ടാണ് അയാൾ വീണ്ടും വീണ്ടും അവിടേക്ക് വരുന്നത്. ഒരു തവണ വിജയിച്ചു, രണ്ടാമത്തെ തവണ വിജയിച്ചു, അപ്പോൾ വീണ്ടും വീണ്ടും അത് വിജയിപ്പിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പാളി മാറ്റാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് 2024 വരാൻ ശ്രമിച്ചത്. 2024 അത് നടന്നില്ല. 2025 അത് അയാൾ ചെയ്തു. അപ്പോൾ അത് ചെയ്യുമ്പോൾ ആ സമയത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വാഭാവികമായും ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യൽ വേണമെന്നുള്ള കോടതി തന്നെ ആവശ്യപ്പെട്ടില്ല. എന്താണ് എത്താത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചോദ്യം ചെയ്യൽ അവിടെ നടന്നിരിക്കുന്നു. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ഇനി എൻ്റെ അടുത്തേക്ക് വരില്ല എന്ന ആത്മവിശ്വാസം കൂടി പ്രശാന്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ ആത്മവിശ്വാസം കടകംപള്ളിയിൽ കണ്ടില്ല. കടകംപള്ളിയുടെ പ്രതികരണത്തെ പത്മകുമാറിന്റെ മൊഴിയെക്കുറിച്ച് ചോദിക്കുമ്പോഴേക്കും അദ്ദേഹം വാഹനത്തിലേക്ക് കയറി പോവുകയായിരുന്നു. ഇത് പാർട്ടി പ്രതിരോധത്തിലാണ് എന്ന് വെച്ചാൽ പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാജയം സംഭവിച്ച ശേഷം അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ, പാർട്ടി സെക്രട്ടറി നടത്തിയ പ്രതികരണങ്ങൾ തന്നെ അത് വ്യക്തമാണ്. അതിനുശേഷം ഒരു നെറേറ്റീവ് ഉണ്ടാക്കുകയാണ്. സോണിയാഗാന്ധിയുടെ കയ്യിലെ ചരട് എന്ന നെറേറ്റീവിലേക്ക് കൊണ്ടുപോയി ഇന്ന് പോലും ആ വാദത്തിൽ ഊന്നാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ മുന്നിൽ അറസ്റ്റിലായവരുടെ പാർട്ടി ബന്ധങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എൻ വാസു പാർട്ടിയുടെ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിരുന്നു. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ദേവസ്വം ബോർഡ് ഒരു മുൻ കമ്മീഷണറെ ബോർഡിന്റെ പ്രസിഡന്റ് ആക്കുന്ന നടപടിയിലേക്ക് കടന്നത് പിണറായി വിജയനുമുള്ള അടുത്ത ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എൻ വാസുവിന്റെ പാർട്ടി ബന്ധം അവിടെ നിൽക്കുന്നു. ഇപ്പോഴും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി പത്മകുമാർ തുടരുന്നു. വേറെയുമുണ്ട്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ എൻ വിജയകുമാർ സെക്രട്ടറിയിലെ CPM സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം അഡീഷണൽ സെക്രട്ടറിയായി ജോലി ചെയ്തയാളാണ്. അദ്ദേഹത്തെ കടകംപള്ളിയുമായി അടുത്ത ബന്ധമുള്ള ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കാലത്ത് ദേവസ്വം ബോർഡ് അംഗമാക്കിയത്. അപ്പോൾ കടകംപള്ളിയുമായിട്ടുള്ള ബന്ധം, പത്മകുമാറുമായിട്ടുള്ള ബന്ധം ഒക്കെയുള്ള ആളുകൾ തന്നെയാണ് ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ബന്ധം ഒരു വിഭാഗത്തിന് മാത്രമേ, അതായത് അറസ്റ്റിലായി കിടക്കുന്ന ആളുകൾക്കൊക്കെ ഇവരുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഇപ്പോൾ പുറത്തു നിൽക്കുന്ന ആളിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതിലൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഒരു സർക്കാരിന് ബാധ്യതയുണ്ട്, ദേവസ്വം ബോർഡിന് ബാധ്യതയുണ്ട്. ഇപ്പോൾ ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആരാണ് അറിയുന്നതെന്നേ?